പ്രൈസ് ദി ലോർഡ്. തുടരെ ഉണ്ടാകുന്ന ക്ഷാമവും തുടരെ മാറി മാറി വരുന്ന പ്രതിസന്ധികളും എന്തിനാണ് ഈ പ്രതിസന്ധി തുടരെ ഉണ്ടാകുന്നതെന്നും ഒരു ചോദ്യം ഒരു പക്ഷേ നമ്മുടെ മുൻപിൽ കാണും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ സന്ദേശം ശ്രദ്ധയോടെ ശ്രവിക്കുക. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ഹൃദയത്തിൽ നൽകി തന്ന ഒരാത്മീക ചിന്ത ഞാൻ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധയോടെ ശ്രവിക്കുക. 2 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദാവീദിൻ്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവൻ്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. അതേ, ദൈവത്താൽ നിയോഗിതനായ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് പേര് കേട്ട ദാവീദ് എന്ന അതിപ്രശസ്തനായ രാജാവ്, ഇസ്രായേലിൻ്റെ അനുഗ്രഹീത രാജാവ്, അതേ രാജാവിൻ്റെ കാലത്തും ദൈവത്താൽ നിയോഗിതനായ രാജാവിൻ്റെ കാലത്തും വാക്യം നമ്മെ പഠിപ്പിക്കുന്നു 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടാകുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തുടരെ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്താണ്, തുടരെ ഉണ്ടാകുന്ന ക്ഷാമം എന്താണെന്ന് ദാവീദിനൊരു ആശങ്ക, ദാവീദിനൊരു ചിന്ത. അതേ, ദൈവത്താലല്ലേ ഞാൻ നിയോഗിതനായത്? അപ്പോൾ തുടരെ മാറിയുള്ള ഈ ക്ഷാമത്തിൻ്റെ കാരണം എന്താണ്? ദാവീദ് യഹോവയുടെ അരുളപ്പാട് ദൈവസന്നിധിയിൽ ചോദിക്കുകയാണ്. എന്താ കർത്താവേ, ഞങ്ങൾ ഈ ക്ഷാമം അനുഭവിക്കുന്നതിൻ്റെ, ഈ പ്രതികൂലം അനുഭവിക്കുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിനോട് ഇടപെട്ട വിഷയമാണ് നമ്മൾ വായിച്ചത്. ശൗൽ ഗിബയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവൻ്റെ ഗൃഹം നിമിത്തവും. അപ്പോൾ ഗിബയോന്യരെന്ന മനുഷ്യരെ അല്ലെങ്കിൽ ആ വിഭാഗത്തെ കൊല്ലുക കൊണ്ട് ശൗല്, ദാവീദിന് മുമ്പുണ്ടായിരുന്ന രാജാവ് ശൗൽ രാജാവ് ഗിബയോന്യരെ നിഗ്രഹിക്കുക, സംഗ്രഹിക്കുക കൊണ്ട് അതേ ക്ഷാമം ബാധിക്കുവാനിടയായി തീർന്നു. ആരാണ് ഈ ഗിബയോന്യർ? എന്താണ് ഈ ഗിബയോന്യരുടെ പ്രത്യേകത? എന്താണ്? ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം 3 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് ഗിബയോന്യരെ കൊന്നാൽ പ്രശ്നം വന്നത് എന്താണ്, ഗിബയോന്യർ ആരാണ് എന്നുള്ളതൊക്കെ അവിടെ പഠിക്കാൻ കഴിയും. യോശുവ ഇസ്രായേൽ മക്കളെയും കൊണ്ട് പ്രയാണം ചെയ്തു വരുമ്പോൾ ഹായി പട്ടണവും എരീഹവും മതിലും ഇടിച്ചു കളയുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അതേ ആ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുവാനിടയായി തീർന്നത്. 3-ാം വാക്യം, എന്നാൽ യോശുവ എരീഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഭയന്നിട്ട് അവരും നിഗ്രഹിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരൊരു ഉപായം പ്രയോഗിക്കുകയാണ്. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞും തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി അവർ പഴക്കം ചെന്ന കണ്ടം വെച്ച് ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിന്മേലും ധരിച്ച് പുറപ്പെട്ട് അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. എന്ന് പറഞ്ഞാൽ പഴയ സാധനങ്ങൾ എല്ലാം എടുത്ത് യോശുവയെയും കൂട്ടരെയും അഭിസംബോധന ചെയ്ത് അവരുടെ നേരെ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ നേരെ വന്ന് യോശുവയോട് അവർ പറയാ, ഏറിയ നാളായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ട് ഞങ്ങളുടെ പ്രഭുക്കന്മാർ പറഞ്ഞു നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് ദാസന്മാരാകണം. 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവർ യോശുവയോട് പറയുകയാണ്, ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു, ഞങ്ങളുടെ പ്രഭുക്കന്മാരാണ് പറഞ്ഞത് നിനക്ക് ദാസന്മാരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവർ ഭയന്നിട്ട് പറയുകയാണ്, ഞങ്ങളോട് നീ ഒരു ഉടമ്പടി ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. നീ ഉടമ്പടിയിൽ നിൽക്കുവാനിടയായി തീരണം. 14-ാമത്തെ വാക്യത്തിൽ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് യോശുവയും സകല സഭയും അവരോട് ഉടമ്പടി ചെയ്യുകയാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾ പുരുഷന്മാരെ യഹോവയോട്
ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. കർത്താവിന് സ്തോത്രം. ഗബയോന്യർ അവരെ അഭിമുഖീകരിച്ചു വരികയും അവരോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ദയ തോന്നുകയും ചെയ്ത് അവരുടെ കയ്യിലിരുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ വ്യക്തമായി യഹോവയുടെ അരുളപ്പാട് അവർക്കുണ്ടായിരുന്നു. നിങ്ങൾ ശപഥാർപ്പിത വസ്തുക്കളിൽ ഒന്നും എടുക്കരുത്. അപ്പോൾ ദൈവം അനുവദിക്കാത്തതൊന്നും നിങ്ങൾ ഭക്ഷിക്കുവാൻ ഇടയാകരുതെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു. 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യഹോവയ്ക്ക് അകൃത്യം ചെയ്യുന്നത് അവർ ശപഥാർപ്പിത വസ്തു കഴിച്ചത് മൂലമാണ്. അപ്പോൾ ക്ഷാമത്തിന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് യഹോവയ്ക്കിഷ്ടമില്ലാത്തത്, അനിഷ്ടമായുള്ളത് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടെ വായിക്കുന്നത് യോശുവയും സർവ്വസഭയും ഉടമ്പടി ചെയ്യുകയാണ്. യോശുവ അവരോട് സഖ്യത ചെയ്ത് അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടി ചെയ്തു. സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു. പിതാക്കന്മാർ സത്യം ചെയ്തതും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതിനെ മാറി വന്ന കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരുടെ കാലഘട്ടം വന്നു. അതിലൊന്നാമത്തെ രാജാവായ ശൗലിൻ്റെ കാലഘട്ടം വന്നപ്പോൾ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ വാക്കുകൊടുത്തതിനെ, യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതിനെ മറിച്ചു കളയുകയും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ശൗലിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ദാവീദിൻ്റെ കാലഘട്ടത്തിൽ കയറിയപ്പോൾ ദാവീദ് പ്രതിസന്ധി അനുഭവിക്കാൻ തുടങ്ങി, പ്രതികൂലം അനുഭവിക്കാൻ തുടങ്ങി. തുടരെയുള്ള പ്രതിസന്ധി, തുടരെയുള്ള ക്ഷാമം അനുഭവിക്കുകയാണ്. അതിൻ്റെ വലിയ കാരണമെന്ന് പറഞ്ഞത് യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതും യഹോവയുടെ നാമത്തിൽ എടുത്ത തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കാതെയും ഇരിക്കുന്നത് കൊണ്ട് വലിയ പ്രതിസന്ധിയും വലിയ ക്ഷാമങ്ങളും നാം നേരിടേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ സന്ദേശം ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. കാലഘട്ടത്തിൽ വളരെ പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും കടന്നു പോകുന്ന അനേകരെ നമ്മൾക്ക് കാണുവാൻ കഴിയും. നമ്മുടെ സ്തോത്രം ജീവിതത്തെ ഒന്ന് തുലനം ചെയ്ത് നോക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ആകമാനം പരിശോധിച്ച് നോക്കുവാൻ നമുക്ക് ഇന്ന് പകലിടയായി തീരണം. ദാവീദ് യഹോവയോട് അരുളപ്പാട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ ഈ ക്ഷാമം അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നിശ്ചയമായി പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ, കർത്താവേ, ഈ വന്നതിൻ്റെ, ഞങ്ങൾ ഈ അനുഭവിച്ചതിൻ്റെ, ഞങ്ങൾ ഈ ക്ഷാമം അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നിശ്ചയമായി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മളോട് ഉണ്ടാകുവാനിടയായി തരും. പിതാക്കന്മാർ ചെയ്തു വെച്ചതും പിതാക്കന്മാരുടെ കാലത്ത് ദൈവത്തെ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ആരാധിക്കുകയും ചെയ്തിട്ട് തലമുറകൾ മാറി വന്നപ്പോൾ, കാലഘട്ടം മാറി വന്നപ്പോൾ അവരുടേതായ രീതിയിൽ ആരാധന രീതികളും അവരുടേതായ രീതികളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതികളും മാറി വരുന്നത് യഹോവയ്ക്ക് ഇഷ്ടം തന്നെയോ എന്ന് നാം പരിശോധിച്ച് നോക്കുവാനിടയായി തീരണം. നമുക്ക് മറ്റൊരാളെ പരിശോധിക്കുന്നതിലും ഉപരിയായി നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുകയും നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യുവാനിടയായി തീരണം. എന്തുകൊണ്ട് കർത്താവേ എൻ്റെ കുടുംബത്തിൽ ഈ ക്ഷാമം അനുഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിനകത്ത് ഈ പ്രതിസന്ധി ഞങ്ങൾ ഫേസ് ചെയ്യുന്നു? പിതാക്കന്മാരെ യഹോവയുടെ സന്നിധിയിലെടുത്ത തീരുമാനത്തെ മറിച്ചു കളഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒന്ന് തിരിച്ചു വരുവാൻ, അതിന് ഹല്ലേലൂയ, ദൈവം ഇഷ്ടപ്പെടുന്ന നിലയിൽ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാൻ ഇന്നു പകലിൽ താല്പര്യപ്പെടുന്നെങ്കിൽ നിശ്ചയമായി ക്ഷാമത്തെ മാറ്റി അനുഗ്രഹത്തെ നൽകി തരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ ചലിക്കുവാനിടയായി തീരും. ദാവീദ് യഹോവയോട് അരുളപ്പാട് ചോദിച്ചു. ശൗൽ പിതാക്കന്മാർ ചെയ്ത സത്യത്തെ, ഉടമ്പടിയെ മറിച്ചു കളഞ്ഞു. ഗിബയോന്യരോട് ചെയ്ത ഉടമ്പടി ശൗലിൻ്റെ കാലത്ത് അവരെ നിഗ്രഹിച്ചു കളഞ്ഞതുകൊണ്ട് തുടരെ ക്ഷാമം അനുഭവിക്കുന്നു. പിതാക്കന്മാർ ദൈവസന്നിധിയിലെടുത്ത തീരുമാനം, നാം ദൈവസന്നിധിയിലെടുത്ത തീരുമാനം, അതിനെ മറിച്ചു കളയുവാൻ ആരാലും അനുവാദമുള്ളതല്ല. ഇന്ന് പകൽ ഒരു മടങ്ങി വരവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മടങ്ങി വരവിന് വേണ്ടി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇനിയും ഞാൻ ആ ക്ഷാമത്തിൽ തുടരാൻ, എൻ്റെ അകൃത്യം
അകൃത്യം നിമിത്തവും, സ്തോത്രം, എൻ്റെ ജീവിത രീതി നിമിത്തവും, എൻ്റെ അകൃത്യം നിമിത്തവും ഞാനിനി അതിനെ അനുവദിക്കത്തില്ല എന്നൊരു തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ തുടരെ ഉണ്ടാകുന്ന ക്ഷാമങ്ങൾ മാറുവാൻ, തുടരെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ വഴിമാറ്റി വിടുവാൻ സന്നദ്ധനായ ഒരു കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയോടെ ഇന്ന് പകൽ ഞാൻ കൈമാറട്ടെ, നമ്മളൊന്ന് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാനിടയായി തീരണം. തുടരെ എന്തുകൊണ്ട് പ്രതിസന്ധി, തുടരെ എന്തുകൊണ്ട് ഈ ക്ഷാമം? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം കൽപ്പിച്ചതിന് വിപരീതമായി നടന്നിട്ടുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ അവരവർക്ക് തോന്നുന്നത് പോലെ ദൈവത്തെ ആരാധിക്കുകയും ദൈവസന്നിധിയിൽ മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ അത് യഹോവയ്ക്ക് ഇഷ്ടമാണോ? യഹോവയുടെ ആലോചന ചോദിച്ച് ദൈവസന്നിധിയിൽ ക്രമീകരിക്കാനുള്ള ഭാഗങ്ങൾ ക്രമീകരിച്ച് നമ്മുടെ ക്ഷാമങ്ങളെ മാറ്റിത്തരുന്ന, പ്രതിസന്ധികളെ മാറ്റിത്തരുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടും ആത്മധൈര്യത്തോടും നമുക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. വലിയ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി ചലിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.